ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. തിരൂരങ്ങാടി ചെറുമുക്ക് ആമ്പൽപ്പാടം ടൂറിസം പദ്ധതിയിൽ നിന്നും നന്നമ്പ്ര പഞ്ചായത്ത് പിന്മാറി. ബോർഡ് യോഗത്തിൽ ഭൂരിപക്ഷം അംഗങ്ങളും ഇതിനെ എതിർക്കുകയായിരുന്നു. ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ നിരവധി പേരാണ് ചെറുമുക്കിൽ എത്തുന്നത്. മഴക്കാലം മുതൽ ഡിസംബർ അവസാനം വരെ വയലിൽ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ കാണാൻ നൂറുകണക്കിന് കാഴ്ചക്കാർ എത്താറുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമെങ്കിലും വികസിപ്പിക്കുക എന്ന പദ്ധതിയിൽ ആമ്പൽപ്പാടം ടൂറിസം പദ്ധതിയുടെ ആവശ്യം ശക്തമായിരുന്നു. ചെലവ് ടൂറിസം വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി വഹിക്കുന്നതാണ് പദ്ധതി. എന്നാൽ നന്നമ്പ്ര പഞ്ചായത്ത് ഇത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നുവെന്നാണ് വിവരം. ബോർഡ് യോഗത്തിൽ ഭൂരിപക്ഷ അംഗങ്ങളും പദ്ധതിയെ എതിർത്തു. തോണിക്ക് പെർമിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ലെന്ന് പഞ്ചായത്ത് സെക്രട്ടറി മറുപടി നൽകുകയും ചെയ്തിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ സഞ്ചാരികൾക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്താൽ പഞ്ചായത്തിന് നല്ലൊരു വരുമാന മാർഗമാകുമെന്ന് ചൂണ്ടിക്കാട്ടി ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. 5 വർഷക്കാലമായി ചെറുമുക്ക് ആമ്പൽപ്പാടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ചുവന്ന ആമ്പൽ കാണാൻ ജില്ലയിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തുനിന്നുമായി നൂറുകണക്കിന് സഞ്ചാരികളാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത്. പക്ഷേ ഇവിടെ ആമ്പൽ കാണാനുള്ള വേണ്ട സൗകര്യങ്ങൾ ഇല്ലാത്തതിനെ തുടർന്ന് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രി, പിന്നെ മുഖ്യമന്ത്രി എന്നിവർക്ക് കളക്ടർ പോലെ ആളുകൾക്ക് നിവേദനങ്ങൾ നൽകുകയും നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തുകയും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ നന്നമ്പ്ര പഞ്ചായത്ത് സെക്രട്ടറിയും ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മയും ചേർന്ന് മലപ്പുറത്ത് ഓഫീസിൽ പോയി യോഗം ചേർന്നു. അതിനടിസ്ഥാനം നന്നമ്പ്ര പഞ്ചായത്ത് ബോർഡ് കമ്മിറ്റി യോഗത്തിൽ മിക്ക മെമ്പർമാരും അതിനെതിർത്തു. കാരണം തോണി സവാരി നടത്തുന്നതിന് വേണ്ടി തോണിക്ക് ഈ ലൈസൻസ് കൊടുക്കണമെന്നാണ് സെക്രട്ടറി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ യോഗം അന്നത്തേക്ക് പിരിഞ്ഞു. വീണ്ടും അത് വിനോദസഞ്ചാര യോഗ്യമാക്കാൻ വേണ്ടി വീണ്ടും നന്നമ്പ്ര ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ വീണ്ടും നിവേദനം കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ഇത്തരം നടപടിക്കെതിരെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഇവിടെ തോണിയോ ബോട്ടോ നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാരണം വരുന്ന ആളുകൾക്ക് തോണിയിൽ നടത്തി സഞ്ചരിക്കാനുള്ള സംവിധാനം ഒരുക്കണം. ന്യൂസ് ബ്യൂറോ, ചെമ്മാട്. എന്റെ കയ്യിലാണ് വലിയ ബഡ്ജറ്റും ഇല്ല. നിനക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അയ്യോ സാർ, എനിക്ക് പരിചയമുണ്ടോ. ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്തു തരുന്ന സ്ഥലം തെയ്യമ്പാട്ടിൽ ജ്വല്ലറി. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. ഹലോ, ആ കൺഫ്യൂഷൻ അങ്ങ് തീർന്നില്ലേ? പണി നടക്കട്ടെ. Jewelry that tells your story. തെയ്യമ്പാട്ടിൽ ജ്വല്ലറി.